പാലക്കാട് UDF പ്രചാരണത്തിൽ സജീവ സാന്നിധ്യമായി ലൈംഗികാരോപണ വിധേയൻ പ്രക്ഷോഭിന്റെ പിതാവ് വത്സൻ. ഇയാൾക്കെതിരെയും പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ആദ്യം വത്സൻ മോശമായി പെരുമാറിയെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. പ്രക്ഷോഭിനെ കണ്ടുപരിചയം മാത്രമേയുള്ളൂ എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ പ്രതികരണം. അതേസമയം കൗൺസിലർ പ്രക്ഷോഭിനെ ഇനിയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ആരോപണ വിധേയനായ പ്രക്ഷോഭ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അതിനിടെ പിതാവ് പ്രചാരണത്തിൽ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പിതാവായ വത്സന്റെ പേരും പെൺകുട്ടി ആരോപണ വിധേയരിൽ ഉൾപ്പെടുത്തിയ, അതായത് പെൺകുട്ടി ഇയാൾക്കെതിരെയും പരാതി നൽകിയിരുന്നു. വത്സനും തന്നോട് മോശമായി പെരുമാറി എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇപ്പോൾ നിലവിൽ UDF പ്രചാരണത്തിൽ സജീവമാകുന്ന പ്രക്ഷോഭിന്റെ പിതാവിനെയാണോ കാണാൻ കഴിയുന്നത്? ഈ രമേശ് പിഷാരടിയുടെ പ്രചാരണത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലറായ പ്രക്ഷോഭ് വത്സന്റെ പിതാവ് സജീവമായി പങ്കെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രക്ഷോഭ് വത്സനെതിരെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് യുവതി പീഡന പരാതി ഉന്നയിക്കുന്നു. നമ്മൾ ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ള നടപടികളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ കൗൺസിലറായിട്ട് പ്രക്ഷോഭ് ഇപ്പോഴും തുടരുന്നു. പ്രക്ഷോഭ് ഒളിവിൽ തുടരുന്ന സാഹചര്യവുമുണ്ട്. ഇതിൽ വളരെ ഗൗരവമായിട്ടുള്ള കാര്യം എന്നുള്ളത് പ്രക്ഷോഭിനെതിരെ പരാതി പറയുന്ന ആ ഒരു അതിജീവിത പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് തന്നോട് മോശമായി ആദ്യം പെരുമാറിയത് പ്രക്ഷോഭിന്റെ അച്ഛനായ പിതാവായ വത്സനാണ് എന്നുൾപ്പെടെയുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ ആ പെൺകുട്ടി നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും കോൺഗ്രസ് ഈ പ്രക്ഷോഭിന്റെ പിതാവായ വത്സനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് രമേശ് പിഷാരടിയുടെ പ്രചാരണത്തിൽ ഉൾപ്പെടെ ഈ വത്സൻ സജീവമായി പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ പ്രക്ഷോഭിനെ പുറത്താക്കി എന്നൊക്കെ പറയുമ്പോഴും പ്രക്ഷോഭിന്റെ പിതാവിനെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അത് എന്ത് തരത്തിലുള്ള സന്ദേശം നൽകും എന്നുള്ള ഉൾപ്പെടെ വിമർശനം വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ ഈ പ്രക്ഷോഭിന്റെ അച്ഛൻ വത്സനൊക്കെ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു. പോലീസ് ചിലപ്പോൾ ഈ പിതാവിനെതിരെ ഉൾപ്പെടെ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകളും വളരെയേറെയാണ് എന്നിരിക്കെയാണ് കോൺഗ്രസ് രമേശ് പിഷാരടിയുടെ പ്രചാരണത്തിൽ ഈ ഒരു 22 വയസ്സുകാരി തന്നോട് മോശമായി പെരുമാറി എന്ന് പറയുന്ന വ്യക്തിയെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.